നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടുത്തിടെ ആത്മഹത്യ ചെയ്ത 2 കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത ആ ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീടിന് സമീപത്തുള്ള തണലോരം എന്ന് പറയുന്ന സ്ഥലത്താണ്. തണലോരം ഇവിടെ ഇന്ന് കുറച്ച് ബോട്ടുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചാണ്ടിയുമ്മൻ വന്നിരുന്നു. അപ്പോൾ ഇന്നലെ ഈ പ്രക്ഷോഭ നായികമാർ എല്ലാവരും ഇന്ന് അദ്ദേഹത്തെ കണ്ട് ഈ പ്രശ്നത്തിൽ ശക്തമായി ഇടപെടണം എന്നാവശ്യപ്പെടുവാനായിട്ട് അവരെത്തിയിരുന്നു. അപ്പോൾ എത്തിയിരുന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം വളരെ വലിയ ഒരു പ്രശ്നമായി ഇവിടെ മാറിയിരുന്നു. പെട്ടെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് ചാണ്ടിയുമ്മൻ ഇവിടുന്ന് പോവുകയും ചെയ്തു. ഏതായാലും നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കുക. അല്ല, കോടതിയിലല്ലേ കേസ്? കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം. സാറേ ഇങ്ങോട്ട് പറഞ്ഞേ. വാർഡിലെ മെമ്പറാണ് നമുക്ക് എന്റെ വാർഡിലാണ് ഇപ്പൊ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ജനകീയ കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്താ? ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ ആള് പഴയ കാലത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. മുത്തോലി പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഈ ജനകീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ്സുകാർ വളരെ സജീവമായിട്ട് കാണുന്നില്ല. അല്ല, കോടതിയിലല്ലേ കേസ്? കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം. മുഖ്യമന്ത്രിയല്ലേ പ്രതികരിക്കട്ടെ? എനിക്ക് അധികാരമുണ്ടോ? കോടതിയിലാണ് കേസ് കോടതി പറയട്ടെ. അവര് കോടതി പറയട്ടെ. അല്ല, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കേസ് കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും. ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതാണ് പ്രതികരണം. കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതിക്കുള്ള എനിക്ക് പറയാൻ പറ്റും. കോടതിയിലാണ്. പോലീസ് ആക്ട് ചെയ്യട്ടെ. പോലീസ് കണ്ടുപിടിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പ്രതികരിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോൾ പ്രതികരിച്ചല്ലോ. എന്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നിട്ടില്ല. പ്രതികരിച്ചു. ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകണം. കോടതി നിൽക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിയാക്കുക. മുഖ്യമന്ത്രിയല്ലേ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രി എന്ത്? മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഞാനത് സമ്മതിച്ചു. മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഒരു ഉത്തരവാദിത്വം ഏക്കാത്തൊരു വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്ത് മുഖ്യമന്ത്രി? പുള്ളി എന്താ ആക്ഷൻ എടുത്ത്? മുഖ്യമന്ത്രി ആരാ? എന്നോട് പോലും ഈ സമരസമിതിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ടാർ പ്ലാനിനെതിരെ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ച ആളാണ് ഞാൻ ഉൾപ്പെടെ. ഇവരുടെ ഇതുണ്ടാക്കി നമ്മളോട് പോലും ഒന്ന് സഹകരിക്കുന്ന പോലും ചോദിച്ചിട്ടില്ല. ഇത് പൊളിറ്റിക്കലായിട്ടല്ലേ ഇവർ കാണിക്കുന്നതിന്. തീർച്ചയായിട്ടും. MLA ഇപ്പം നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ MLA ചെന്ന് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം? MLA പ്രതികരണം തൃപ്തികരമല്ല. അദ്ദേഹം എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് നമുക്ക്. അപ്പം നമുക്കൊരു പിന്തുണ കിട്ടുന്ന രീതിയിലുള്ള യാതൊരു പ്രതികരണവും കിട്ടിയിട്ടില്ല.
അപ്പം അതിൽ ഒരു സ്ഥല MLA എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു പോകുന്ന റൂട്ട് മാറിയാണ് പോകുന്നത്. അപ്പം നമുക്കതിനകത്ത് കേട്ടു എന്നുള്ളതാണ് പ്രതികരണം ഉദ്ദേശിക്കുന്നത്. അല്ല, അതൊരു പ്രതികരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനല്ല ഒരു പ്രതികരണം. വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നൊരു വാക്ക് പോലും കിട്ടിയിട്ടില്ല. ജിസ്മോൾ ജീവിച്ചിരുന്ന മണ്ഡലം, ആ സ്ഥലം പുതുപ്പള്ളി മണ്ഡലമല്ലേ? ഇപ്പം കെട്ടിക്കൊണ്ട് വന്നത് അത് തന്നെ. ആ മണ്ഡലത്തിന്റെ ആളല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. പിണറായി നേരിട്ടാണോ ഈ കാര്യങ്ങൾ? അത് തന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രാദേശിക നേതാവായിട്ട് ഈ ബിനോയ് മാത്യു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്, പ്രാദേശിക നേതാവ്. ഞങ്ങൾ കൂടുതലായിട്ടും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മുൻ മെമ്പറാണ്, അതുപോലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് അത്. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമതൊരു സംശയം കഴിഞ്ഞ് ഇത് പറയാൻ പറ്റാത്തൊരു കാരണം, ഒരു ഫോണ് ജിസ്മോളുടെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ 2 ദിവസമായിട്ട് അതിൻ്റെ ഫാദർ വിളിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ മരണത്തിന് ശേഷം ഈ പറഞ്ഞ മുമ്പ് പരാമർശിച്ച ബിനോയ് മാത്യു ആണ് ആ ഫോണിൽ നിന്ന് അതിൻ്റെ ഫാദറിനെ വിളിച്ച് സംസാരിച്ചത്, ഈ ഫോണിൽ നിന്ന് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇതെല്ലാം കൂട്ടി ചോദിക്കേണ്ട ഒരു കാര്യങ്ങൾ വരുക. അല്ലെങ്കിൽ പിന്നെ ഈ ഫോൺ ഇത്രയും 2 ദിവസം എവിടെ ആയിരുന്നു? അപ്പം ഈ ഞങ്ങളുടെ MLA പോലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരത്തി ആയിരുന്നു. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഈ രീതിയിൽ ഞങ്ങൾ ഈ MLA കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നതെന്ന്. അതുപോലെ തന്നെ അടുത്ത ഘട്ടമായിട്ട് ഞങ്ങൾ പടിഞ്ഞാറ്റങ്കരയിലെ പ്രക്ഷോഭത്തിന് ഞങ്ങൾ പോകാൻ എല്ലാവരും കൂടി ഒരുങ്ങുകയാണ്. അതിന് മുമ്പ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാണ്. അതുപോലെ തന്നെ MLAയുടെ ഭാഗത്തുനിന്ന് അവിടെ കുറച്ച് പേര് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളിവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അവരെ പെടുത്തിയില്ലെന്ന്. ഞങ്ങൾ ആരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ടല്ല ആക്ഷൻ കമ്മിറ്റിയിൽ ആളെ ചേർത്തത്. ഇതിനായിട്ടൊരു പ്രത്യേക ലിങ്ക് ഇറക്കി, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, ആർക്ക് വേണേലും ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള ഒരുത്തരും ഇതിനകത്ത് അംഗമാകാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഏതൊരു അഭിമുഖത്തിലും ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ വിശകലനം ചെയ്തു നോക്കാം. അത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, പിണറായിയെ രക്ഷാധികാരിയായിട്ട് നിയമിച്ചോളാനാണ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ പോലും ഒരു പരാമർശം ഉണ്ടായല്ലോ, പിണറായിയാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതെന്നുള്ളൊരു. ഞങ്ങൾ ചോദിച്ചിട്ട് അവർ പറയുന്നത് പോലീസിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളൊരു മറുപടിയാണല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നിയമപരമായിട്ട് കസ്റ്റഡിയിലെടുത്തു, റിമാൻഡ് ചെയ്തു എന്നുള്ള അറിവ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. മെമ്പറാണ്. എന്നോട് പോലും ഈ സമരസമിതിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ടാർ പ്ലാന്റിനെതിരെ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ച ആളാണ് ഞാൻ ഉൾപ്പെടെ. ഇവരുടെ ഇതുണ്ടാക്കി നമ്മളോട് പോലും ഒന്ന് സഹകരിക്കുന്ന പോലും ചോദിച്ചിട്ടില്ല. ഇത് പൊളിറ്റിക്കലായിട്ടല്ലേ? കാരണം സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന ആളുകൾ മാത്രമേ ഇതിലുള്ളൂ. ആരെയും നമ്മൾ ക്ഷണിച്ചു വരുത്തിയവരാരും ഈ ഒരു കൂട്ടായ്മയിലോ ആക്ഷൻ കൗൺസിലിലോ വന്നവരൊന്നുമില്ല. നമ്മൾ പൊതുവിൽ ആഹ്വാനം ചെയ്തു, ജനങ്ങളെ തന്നെ ആഹ്വാനം ചെയ്ത് എത്തിയതാണെന്നുള്ള ഉറച്ച ഇതിൽ തന്നെ ഞാനിപ്പോഴും നിൽക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ മത സ്വാധീനങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ MLAയോട് ചോദിച്ചിട്ട് പുള്ളി ഒന്നും പ്രതികരിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പം മുതൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ബിനോയ് മാത്യു. നമ്മുടെ ഈ തണലോരത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം വന്ന പിന്നെ അയർക്കുന്നത്ത് വെച്ച് പിന്നെ ആരൊക്കെ തല്ലിയെന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് പിന്നെ അങ്ങോട്ടും ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഇപ്പം ബിനോയുടെ വീട്ടിലായിരുന്നു താമസം. പിന്നെ അവരെ ഇന്നലെ ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തില്ലേ ഏറ്റുമാനൂരിൽ. വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ലെന്നാണ് പറയുന്നത്. വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ വെച്ച് കാണിച്ച. പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചാനലുകാർ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുകയോ അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുകയോ ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരോട് ചോദിക്കുന്നതിൻ്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പം മകളാണ് സംസാരിക്കുന്നത്. എന്തിനും മകൾ സംസാരിക്കണം? അത് ന്യായമായ ചോദ്യമല്ലേ? മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത്, അമ്മയല്ലേ പോണേ. അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത്. അതുപോലെ തന്നെ വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശാ വർക്കർ ആയതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അന്നേരത്തിന് എന്നോട് പറയുക, ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച 15-ാം തീയതി പുള്ളിക്കാരി 9-ന്റെ പുല്ലാടന് വാരി വലിച്ചു കൊടുത്തുകൊണ്ടാണ് ബസ്സേ കയറി പോയെന്ന്. ബസ്സേ കയറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു. ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോകാമെന്നും പറഞ്ഞ് പോയ ഒരു വ്യക്തിയാണ്. ബാക്കി
ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കുന്നത്. സംസാരിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇല്ല അങ്ങോട്ട് ചെന്നാലും അവിടെ ആളില്ലെന്നാണ് പറഞ്ഞത്. ഇത് കോടതിയിൽ എത്തി ആരാണ് പറഞ്ഞത്? ഇത് കോടതി MLA തന്നെയാണ് പറഞ്ഞത് കോടതിയിലെത്തി. കോടതിയിൽ എത്തിയെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടുന്ന് MLA കോടതിയിൽ എത്തിയെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് കോടതിയിൽ എത്തിയെന്നുള്ള ഒരു ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കോടതിയിലെത്തിയിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ആ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ വാർത്തയ്ക്കകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ ഈ CCTV അല്ല, ഞാൻ പറയുന്നത് വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ജിസ്മോൾ നമുക്ക് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കോടതിക്ക് പിണറായി വിജയനെയും വിശ്വസിച്ച് കോടതിയും വിശ്വസിച്ച് നമ്മൾ ഇരിക്കുമോ? അല്ല, ഇത് ഞാൻ പറയട്ടെ ഇത് കൊലപാതക കേസല്ലേ? കൊലപാതക കേസാണെന്ന് പറയുന്നു, ആത്മഹത്യയാണെന്ന് പറയുന്നു, അഭ്യൂഹങ്ങൾ നിൽക്കുന്നു. MLA ഒരു സ്റ്റാൻഡ് എടുത്ത് ഒരാളുടെ കൂട്ടത്തിൽ MLAക്ക് നിൽക്കാൻ പറ്റുമോ? വ്യക്തിയും ആത്മഹത്യ നാളെ ആത്മഹത്യയാണെന്ന് വന്നാൽ ഇവർക്കെതിരെ നിന്ന നാളെ MLA തൂങ്ങത്തില്ലേ? അല്ല, അപ്പൊ എന്താ നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. MLAക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. നാളെ കേസ് കോടതി വന്ന് വിധി വരുന്നാലേ MLAക്ക് നിഷ്പക്ഷമായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. മരണപ്പെട്ട ആളിന്റെ മരണപ്പെട്ട ആളുടെ കൂടെ എങ്ങനെ നിൽക്കണം? അല്ല പറയട്ടെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. മരണപ്പെട്ട ആളുടെ കൂടെ എങ്ങനെ നിൽക്കണം? മറ്റുള്ള ആൾക്കാർ കൊന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആ റോട്ടിന് ഇവിടെയുള്ള 900 വോട്ടുകളെക്കാളും വാല്യുബിൾ ആണ് അവരുടെ ആ റോട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം അത്രമാത്രം ഓക്കെ, ഞാൻ സമ്മതിച്ചു. MLA കൂടെ ആളെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ഇന്ന മറ്റേ ആൾക്കാർ ഈ കുറ്റിനെ കൊന്നതാണെന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കണം. അതിന് നിയമപരമായിട്ട് എവിടെ വരെ പോകാൻ പറ്റും? 7 ദിവസം കഴിഞ്ഞ് ഇവരെ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്, അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇന്ന് വരെ അവരുടെ വീട്ടിലെ ചേട്ടാ 7 ദിവസം കൊണ്ട് കേരള പോലീസ് ഒരു കേസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയല്ലേ? MLA ഇതെല്ലാം അറിഞ്ഞ ആളാണോ? MLA ഇത് വല്ലതും അറിഞ്ഞ ആളാണോ? അല്ല, അറിഞ്ഞ ആളാണ്. ഇങ്ങനെ ഒരു കൊലപാതകം, ഇവരുടെ കുടുംബ പ്രശ്നം ഉണ്ടായി, കൊലപാതക പ്രശ്നം ഉണ്ടായി, ഇത് നടന്നു. അത് നടന്നു. ഒരൊറ്റ കാര്യം കൂടെ, ഈ CCTV ദൃശ്യങ്ങൾ ഇവിടുന്ന് കിട്ടാത്തിടത്തോളം കാലം, ഈ പെൺകുട്ടിയും കുഞ്ഞുങ്ങളും ഇവിടുന്ന് പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ നാട്ടുകാർ ഇതൊരു കൊലപാതകമായിട്ട് തന്നെ ധരിക്കുക. അതെന്ന് പൂർണ്ണമായ അഭിപ്രായം പറയുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളെ ആ CCTV ദൃശ്യം കാണിക്കാൻ പറ്റുന്നില്ല? അത് ഞങ്ങളെ കാണിക്കുന്നിടം വരെ ഇത് കൊലപാതകമായിട്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലെ സംശയം ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എത്ര നാളായി ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ട്? ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇത്രയും നാൾ തന്നെ വാപൂട്ടി വെള്ളം ഒഴിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ നമ്മുടെ നിയമത്തിന്റെ ഒരു കുഴപ്പമാണിത്. ഇപ്പം അത് അവിടുത്തെ നമ്മുടെ ഏറ്റുമാനൂർ SI പറഞ്ഞ തന്നെ അവരുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ അറസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ആ കേസിന്റെ ഡീറ്റെയിൽസിലല്ല ചേട്ടാ ഇപ്പം സംസാരിച്ചത്. ഒരു സ്ഥല MLA എന്ന നിലയിൽ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ലെ ഞങ്ങൾ ഇങ്ങനെ ഒരു നമുക്കൊരു പിന്തുണയെങ്കിലും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. പറയുന്നത് ഞാൻ SP ഒന്ന് വിളിക്കാം, ഞാൻ ചോദിക്കട്ടെ. അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞല്ലോ. സഹകരണം വാഗ്ദാനം ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കൂ. നിങ്ങൾ ആരെങ്കിലും എന്നെ നാളെ ഒന്ന് കാണും, ഞാൻ പോയി അന്വേഷിച്ചിട്ട് ഞങ്ങൾ നിങ്ങളോട് വിവരം പറയാം. അങ്ങനെയായിരുന്നു ഞങ്ങളോട് പറയണ്ട. ഞങ്ങളല്ല അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സാറാണ് അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഞങ്ങൾ വോട്ടർമാരാ, ഞങ്ങളല്ല അദ്ദേഹത്തിന്റെ വോട്ടർമാരാ. സാർ ഇപ്പൊ MLA ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലാണ് ഇത്രയും പേര് സംഘടിച്ച് നിന്ന് കാര്യങ്ങൾ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഇവിടുന്ന് ഏത് രീതിയിലാണ് പോയെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടത്. പുള്ളിക്ക് ഒരു ആൻസർ ഞങ്ങൾക്ക് തരാമായിരുന്നു. ഇത് SP ഓഫീസിലോ അല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി തരാമെന്നൊരു ഇത് പുള്ളിക്ക് തരായിരുന്നു. പുള്ളി അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പുള്ളിയുടെ ഒരു ഞങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. MLAയോട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആക്ഷൻ കൗൺസിലർ ഉണ്ട്, അതിൻ്റെ ഒരു രക്ഷാധികാരിയായിട്ട് സ്ഥലം MLA വേണമല്ലോ. MLAയും ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ വാർഡ് മെമ്പറുണ്ട്. വാർഡ് മെമ്പറാണ് ഇത് ലീഡ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ MLAയോട് ചോദിച്ചപ്പോൾ MLA എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ വിളിക്കാനാണ് പറഞ്ഞത്, രക്ഷാധികാരിയായിട്ട് ഇരുത്താൻ. അതിന് എന്നാ പറയുന്ന മറുപടി? നേരെ മറിച്ച് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ കൃത്യമായ വിവരം പറഞ്ഞേനെ. ഇപ്പം ചാണ്ടിയമ്മ സാറ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. അപ്പോൾ എന്താ പറയുന്നത് ഇതിന് മറുപടി? ഇപ്പം മുഖ്യമന്ത്രി അതിന്റെ രക്ഷാധി ആക്ഷൻ കൗൺസിലിന്റെ രക്ഷാധി അല്ല, കോടതിയിലല്ലേ കേസ്? കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം. കേസ് കോടതിയിലെത്തിയില്ല. അപ്പോൾ അവരിപ്പം ഒരു അഭിപ്രായം പറഞ്ഞാൽ അത്ര വിശ്വാസത്തിലല്ല അവർ നിൽക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നത്, കേസ് പൂർണ്ണമായിട്ടും
നല്ല രീതിയിലാണ് പോകുന്നത് എന്നൊരു വിശ്വാസത്തിലല്ല ഞങ്ങളുടെ ജനങ്ങൾ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ മൊത്തം. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 90% ജനങ്ങൾക്ക് ഈ കേസ് തെളിയണമെന്ന് നല്ല താല്പര്യമുള്ളവരാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കോൺഗ്രസിൻ്റെ ഒരു ലേബലിലുള്ള ആൾക്കാരാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ അവർക്ക് ബന്ധങ്ങളുണ്ട് ഈ ഫാമിലിയായിട്ട്, ലൈഫിൽ ബന്ധമുള്ള ആൾക്കാരാണ്. അതായത് പേഴ്സണൽ ബന്ധങ്ങളല്ല, ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്ന കുടുംബ ബന്ധങ്ങളുള്ളതാണ് ഇവർക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഒരു സൈലൻ്റായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവരെല്ലാം സ്വകാര്യമായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്ക് കേസ് തെളിയിച്ച് കിട്ടണം, ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ആ കുട്ടിയെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും അടുത്ത ആളാണ് ജിസ്മോൾ എന്നാണ് കേട്ടിരുന്നത്. കാരണം മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് അത്രയും ചെറിയ പ്രായത്തിൽ, അതായത് ഒരു വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു വാർഡിൻ്റെ മെമ്പറാകുകയും ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാകുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അവരെ പ്രസിഡന്റാക്കി കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി സാർ എടുത്ത സമ്മർദ്ദം വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കൃത്യമായിട്ട്. എങ്കിലും നമ്മൾ അറിയുന്നത് പുള്ളിക്കാരിയെ കർശനമായിട്ട് ഉമ്മൻചാണ്ടി, പക്ഷെ അത്രയും ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത ആളായിട്ട് പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു അവരുടെ വീട്ടിൽ ഏതൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ടോ, ഞാൻ അതിന്റെ FB പോസ്റ്റ് അതിന്റെ അതെടുത്തു നോക്കി. അതിലെല്ലാം തന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കളാണ് പങ്കെടുത്തിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഇതിനകത്ത് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ആ പുള്ളിക്കാരുടെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ജിസ്മോൾ അതിൻ്റെ വീട്ടുകാരെന്തുവാ പൂവത്തെങ്കിൽ ആ പറഞ്ഞ FB ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്തുള്ള എല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാവും എല്ലാ പരിപാടികളും ആ വീട്ടിൽ പങ്കെടുത്തു. പക്ഷെ അവരാരും മുൻനിരയിൽ ഈ അന്വേഷണത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു ഖേദം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടിരുന്ന കോൺഗ്രസിന്റെ നേതാവ്, അങ്ങനെയാണ് ഒരു നേതാവ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ട് പറഞ്ഞു നമുക്ക് ഉണ്ടെന്നുണ്ടാക്കണം. ഒരു മണ്ഡലത്തിലെ MLA, ഈ ചേട്ടനാണ് MLA, ഇവിടെ ഒരു കൊലപാതകം നടന്നു. ഈ ചേട്ടന ഈ സ്ഥലത്ത് എല്ലാ ആൾക്കാരും അറിയാവുന്ന ആൾക്കാർ ആരെ സൈഡിൽ നിൽക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ജനകീയ പ്രക്ഷോഭം നടന്നപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെയുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല, മാത്രമല്ല MLA സ്ഥാനത്ത് നിന്ന് ഇതോടൊപ്പം നിൽക്കുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുമല്ലോ. MLA ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലേ? അപ്പോൾ MLA എന്തുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കണമെന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം ഈ ഇവിടെ പ്രതിഷേധം നടന്നതിനകത്ത് ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുമുണ്ട്, പാർട്ടികളുണ്ട്, സ്ത്രീകളാണ് അതിന് മുൻകൈയെടുത്തത്. അന്വേഷണം മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. രണ്ടുപേരും കൊണ്ടുപോയില്ല, ജയിലിൽ കൊണ്ടുപോയോ? രണ്ടുപേരെ അറസ്റ്റ് ചെയ്തില്ല, കാരണം അവർക്ക് പറഞ്ഞില്ല. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തില്ല. അത് കേസ് ഇപ്പം ആത്മഹത്യയാണെന്ന് പറയുകയാണെങ്കിൽ ശബ്ദം ഉയർത്താം. നിയമസഭയിലാണെങ്കിലും കാര്യങ്ങൾ അല്ല, അതിനുശേഷം നിയമസഭ ഇനി വരുന്നതല്ലേ ഉള്ളൂ. അല്ല, ഇതുപോലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ MLAക്ക് പ്രത്യേക അധികാരമുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. MLAയുടെ അധികാരം ഉപയോഗിച്ചില്ല, സാധാരണ അധികാരം പോലും ഉപയോഗിച്ചില്ല. ഒരേ മണ്ഡലത്തിൽ എത്രത്തോളം കേസ് നടക്കുന്നു? ആ കേസുകളെല്ലാം നിയമസഭയിൽ വരുന്നുണ്ടോ? അന്വേഷിക്കുന്ന ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ തന്നെ 10, 20, 100 കേസുകൾ. ഇതെല്ലാം മണ്ഡലത്തിൽ ചെറിയ ആളല്ല, കോൺഗ്രസിന്റെ ഉന്നത നേതാവ്. മുത്താലി പഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ജയിച്ച മുത്തോലി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉമ്മൻചാണ്ടി സാറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ പ്രതികൾ അവരെ കൊലപാതകമാണ് ചെയ്തെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നൊന്നും ഒരു കോൺഗ്രസ് പറയത്തില്ല. അറസ്റ്റ് ചെയ്യരുത്, അവരെ രക്ഷിക്കണമെന്ന് ഒരു കോൺഗ്രസ്സുകാരും ഒരിക്കലും പറയത്തില്ല. അത് 100% ഉറപ്പാണ്. ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവിടെ പറഞ്ഞു. ഒരു ജനപ്രതി പറയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ നോക്കട്ടെ, അന്വേഷിക്കാം എന്നുള്ള രീതിയിലല്ലേ ഇവരോട് പറയേണ്ടത്. ഇതിപ്പോ നിയമത്തിന്റെ വഴിക്ക് പൊക്കോളും, അതിന്റെ വഴിക്ക്. അല്ല, അത് പുള്ളി എന്താണ് തർക്കം ഉണ്ടാക്കിയെന്നുള്ളത് കാര്യം പുള്ളിക്കറിയാം. അത് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ പോലെ പുള്ളി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ പിടിച്ചു വരുത്തി കുറേ ആൾക്കാർ വീഡിയോ ആയിട്ടൊക്കെ വളഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരു ഗുണ്ടായുസ ഭാഷയിൽ ആ ചേച്ചി സംസാരിക്കാൻ തുടങ്ങി. 9 വാർഡിലെ മെമ്പറാണ് നമുക്ക്. എൻ്റെ വാർഡിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഗുണ്ടായുസ ഭാഷയിൽ ആ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പുള്ളി ആ ഒരു ടോണിലേക്ക് സംസാരം മാറിയത്. പുള്ളി പറഞ്ഞ നിരപരാധിയാണെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ എന്നാണ് പുള്ളി പറഞ്ഞത്. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ MLA വളഞ്ഞ് ഈ കാര്യം പറയാം. MLA വളഞ്ഞ് അങ്ങനെ സംസാരിച്ചു. അവർ വളഞ്ഞ ഒരു ഗുണ്ടായുസ സ്റ്റൈലിലോട്ട് സംസാരം പോയപ്പോൾ പുള്ളി ആ രീതിയിൽ സംസാരിച്ചു. 9 വാർഡിലെ മെമ്പറാണ് നമുക്ക്. എൻ്റെ വാർഡിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല.
ഗുണ്ടായിസ ഭാഷയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. പിന്നെ എന്തിനാ പുള്ളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ലേ? ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ പോലീസുകാരോടൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഡിലേ, എവിടെയാണ് പ്രോബ്ലം? ചാണ്ടിയമ്മൻ സാർ പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഈ ജിസ്മോൾ മരിക്കുന്ന സമയത്തൊന്നും പുള്ളി ഇവിടെ സ്ഥലത്തില്ല, മണ്ഡലത്തിലില്ല. ഈ ചിലപ്പം പുള്ളിക്ക് ശരിയാണ് നേരത്തെ പറഞ്ഞു അറിവില്ല, ഇതിനെക്കുറിച്ച് കേസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു. കാരണം പുള്ളി കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. അത് പുള്ളിക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഏതായാലും ഇന്നൊന്ന് അന്വേഷിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ. ഈ നീറിക്കാട്ട് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം തൊട്ട് ഒരാളുടെ ഒരു കല്യാണോ അല്ലെങ്കിൽ നിസാർ ഒരു മാമോദീസ അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട്, ഇനി ഒരു വ്യക്തി മരിച്ചു, പുള്ളി തിരുവനന്തപുരത്താണെങ്കിലും അവിടെ നിന്ന് ഇവിടെ വരുമായിരുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം, ഇതൊരു മാമോദീസയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കല്യാണോ അങ്ങനെയുള്ളൊരു കാര്യമല്ല. 3 ജീവൻ പൊലിഞ്ഞു പോയതാണ്. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ജനപ്രതിനിധി എന്നതിലുപരി ദിവസേന ഈ ന്യൂസുകൾ മുഴുവൻ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഈ സ്വന്തം മണ്ഡലത്തിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, അറിഞ്ഞ സ്ഥിതിക്ക് ഇതിന് ശേഷമാണെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷം ഈ MLAക്ക് ഇവിടെ വരികയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ പുരോഗതി, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ യാഥാസ്ഥിതി എന്നാണ്, ഇത് ഒരു മർഡറാണോ അല്ലെങ്കിൽ ഇത് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ എന്നുള്ളത് തെളിയിക്കാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ടൊരു സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി എന്നത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. ഇല്ല, ഇന്ന് തന്നെ പുള്ളിയുടെ പ്രതികരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയല്ല. ഇവിടെ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ഇതിലും കൂടുതൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായേനെ. ഈ ചാണ്ടിയമ്മൻ്റെ കൂട്ടത്തിൽ വന്ന തന്നെ ജിജിയോ, ആ പുള്ളിയുടെ പേരണ ജിജി എന്ന് പറയുന്ന ആൾ ഈ ആൾക്കാർ കൂടി വന്നപ്പോൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് എന്തോ ചെവിയിൽ ഊതി കൊടുക്കുന്നു. ഓക്കെ, അവർ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന. ഇവിടെ ആരും പുള്ളിയെ വളഞ്ഞു നിന്ന് ആക്രമിക്കാനോ ഒന്നുമല്ല പോയത്. നമ്മൾ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചില്ല. നമ്മൾ നമ്മുടെ ഒരു ചെറിയ തോതിൽ നമ്മുടെ ആ ഒരു കാര്യം അവതരിപ്പിച്ചു. ഉടനെ പറഞ്ഞത് കോടതിയിലല്ലേ, എന്നാൽ ഇത് കോടതിയിലേക്ക് പോയി. ഇന്നലെയാണ് അറസ്റ്റ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടായല്ലോ, നല്ലൊരു സീൻ ഉണ്ടായി ഇവിടെ, നല്ലൊരു സീൻ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ചാണ്ടിയമ്മൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. നിങ്ങൾക്ക് ബോധിപ്പിക്കും, ഞാൻ ബോധിപ്പിക്കും. ഡയറക്റ്റ് പുള്ളിയായിട്ട് കണക്ഷൻ ഉണ്ട്, ഞാൻ ബോധിപ്പിച്ചു. നമുക്ക് ഇന്ന് നടന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇവരോട് എന്താ പറയാൻ പറ്റുന്നത്? അല്ല, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു നേതാവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരോട് ഇങ്ങനെയൊന്നും പ്രതികരിക്കില്ലായിരുന്നു. അതായത് ജിസ്മോൾക്ക് വേണ്ടി ഈ നീറിക്കാട് പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയത് കോൺഗ്രസിന്റെ ആൾക്കാരൊന്നും അല്ലായിരുന്നു. ജിസ്മോളെ സംബന്ധിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. ജിസ്മോൾക്ക് വേണ്ടി സത്യം പറഞ്ഞ് ഇറങ്ങേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. വളരെ ചെറുപ്പം മുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് പഞ്ചായത്ത് മെമ്പറായി, പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നയാളാണ് ജിസ്മോൾ. അതിനു മുമ്പ് ജിസ്മോളുടെ അമ്മയായിരുന്നു മുത്തോലി പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നത്. അതിനുശേഷമാണ് ജിസ്മോൾ വരുന്നത്. ജിസ്മോളിനെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുത്തത് ചാണ്ടിയമ്മൻ്റെ പിതാവായ ഉമ്മൻചാണ്ടിയായിരുന്നു. ഇവിടെ ഒരു കോൺഗ്രസിന്റെ യാതൊരുവിധ ആൾക്കാരും ഈ പ്രക്ഷോഭത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അണികളുണ്ടായിരുന്നു അല്ലെ, വന്നവർ നേതാക്കന്മാരും അണികളുണ്ടായിരുന്നു. പക്ഷേ ഈ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചില്ലെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജിസ്മോയുടെ ഈ ദാരുണ മരണത്തിന് പിന്നിൽ അണിനിരക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരല്ലായിരുന്നോ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതാവായിരുന്നല്ലോ. ഇവിടെ നമ്മൾക്ക് ജിസ്മോൾ എന്ന് പറയുന്ന ആളിന് ഇനി വോട്ടില്ല. ജിസ്മോളിലോ ഇനി അതിന് കുഞ്ഞുങ്ങളുടെ വോട്ടൊന്നും വേണ്ടല്ലോ. ഇനി ഇപ്പം വോട്ട് കിട്ടുന്ന ആ 4-5 പേരുണ്ടല്ലോ, അവരുടെ വോട്ട് മതി ഇപ്പം കോൺഗ്രസിന്. അങ്ങനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കാൻ പാടില്ല. ഞങ്ങളാരും കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കുന്നവരല്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കണ്ണിൽ നേരിട്ട് ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ചാണ്ടിയമ്മനോട് ചോദിച്ചു, ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ചോദിക്കുന്നു, സാർ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടി എന്നത്, അത് നിങ്ങളൊരു ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെക്ക്, പിണറായി വിജയനോട് ചോദിക്ക്, അല്ലെങ്കിൽ കുറ്റപത്രം കൊടുത്തതിന് ശേഷമാണ് ഇത് കോടതിയിലേക്ക് പോകുന്നത്. ഈ വാർഡിൽപ്പെട്ട ഒരാൾ ചാണ്ടിയമ്മനോട് ചോദിക്കുന്നു, സാർ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയായിട്ട് ഇരിക്കാവോ എന്ന്. അപ്പോഴാണ് ചാണ്ടിയമ്മൻ അവരോട് കയർത്തുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പിണറായി വിജയനെ പിടിച്ച് ഇതിനെ രക്ഷാധികാരിയാക്കാൻ, ആക്ഷൻ കൗൺസിലിൻ്റെ ഇത് രക്ഷാധികാരിയാണ്. ഇത് ഒരിക്കലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടിയമ്മൻ. പിന്നെ ഈ ഇപ്പം കോൺഗ്രസ്സുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അറിവിൽ പറയുകയാണെങ്കിൽ ഇവിടെ ജിസ്മോളെയും കുട്ടികളെയും ഘാതകരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നു. അതായത് ചാണ്ടിയമ്മനും ഉമ്മൻചാണ്ടിയും മോരും മുതിരയും പോലെ എന്ന് പറഞ്ഞൊരു ഇട്ടിരുന്നപ്പോൾ ഞങ്ങൾ ശരിയായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇലക്ഷനൊന്നും ആയില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നമ്പർ കണ്ടു, ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളോട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചു. പൊന്നിൻ്റെ പോർഷൻസ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞങ്ങൾ ഈ വീഡിയോയെ മാറ്റിയാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീഡിയോ മാറ്റിക്കൊടുത്തു. കാരണം നമ്മൾ മൂലം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ചെയ്തു.
അതുപോലെ തന്നെ ഈ ജിസ്മോൾ ഒരു കോൺഗ്രസ്സുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ജിസ്മോയുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടത്. ഇവിടെ അവരാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. കാരണം പക്ഷേ ഇത് ഏറ്റെടുക്കാത്തതിൻ്റെ കാര്യം, അതായത് ജിമ്മിയുടെ അമ്മ ബീന ടീച്ചറുടെ ആങ്ങള ബിനോയി എന്ന് പറഞ്ഞ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് ഈ വാർഡിൽ തന്നെയുണ്ട്. അദ്ദേഹം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമൊക്കെ ഇവരുടെ വലിയ ആൾക്കാരാണ്, ഈ ചാണ്ടി ഉമ്മൻ്റെ ഒക്കെ. അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ ബീന ടീച്ചറിന്റെ ആംഗള എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ജിമ്മിയെ സംരക്ഷിക്കാൻ അവരുടെ വീട്ടിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവരുള്ളത്. തീർച്ചയായിട്ടും വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ജിസ്മോളോടും കുടുംബത്തോടും കാണിച്ച കോൺഗ്രസുകാരുടെ അനീതിയാണ് ഇതെന്ന് പറയാതിരിക്കേണ്ടി വരും. ചാണ്ടി ഉമ്മനെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറാൻ ഇനിയും സമയമുണ്ട്. പിതാവിരുന്ന ആ സിംഹാസനം അദ്ദേഹം തന്നെ എന്നും സൂക്ഷിക്കണം. ഈ പുതുപ്പള്ളിയുടെ എന്നും MLA ആയി, മന്ത്രിയായി, വേണ്ടി കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. പക്ഷേ അങ്ങയുടെ ചിന്തകളിൽ ആരൊക്കെയോ പ്രതിനിധികൾ വന്നപ്പോൾ അദ്ദേഹം അവർ സന്മനസ്സോടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം എന്ന് പറഞ്ഞു വന്നപ്പോൾ പുറകിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഞങ്ങൾ പടത്തിൽ കാണിക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെവിയിൽ പറയുന്നു. അതോടുകൂടി പുള്ളി ഭാവം മാറുന്നു. അത് എനിക്കൊന്നും കേൾക്കാനില്ല, ഞാൻ പ്രതികരിച്ചല്ലോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാറെടുത്ത് ഇവിടുന്ന് വിടുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഓരോരുത്തർ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേക്ക് കൃത്യമായി ബോധ്യം വരുന്ന വീഡിയോ ആണിത്. ഇതൊക്കെ അങ്ങ് കണ്ടാൽ അങ്ങേക്ക് തിരുത്താൻ ഇനി സമയമുണ്ട്. ഇലക്ഷനുകൾ വരും. ചാണ്ടിയുള്ള സിമ്പതി കൊണ്ട് മാത്രമാണ് ഇത്രയും വോട്ട് കിട്ടിയത്. അടുത്ത ഇലക്ഷൻ ആ സിമ്പതി ഉണ്ടാവില്ല. തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ മികവും തൻ്റെ ജനങ്ങളോടുള്ള ഇടപെടലും മാത്രമായിരിക്കും നിങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ടാവുക. ഈ കയ്യിൽ പിടിച്ച് ചെവിയിൽ പറയുന്ന ആൾക്കാരൊന്നും അവരെക്കുറിച്ചൊക്കെ വളരെ മോശം അഭിപ്രായമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ ഒരു DCC കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹമൊക്കെ രംഗത്ത് വരണം. അപ്പോൾ തന്നെ മുൻ മന്ത്രിയുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ ജിസ്മോൾക്ക് വേണ്ടി വരണം. ഇവർക്കൊന്നും ജിസ്മോളെ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. തീർച്ചയായിട്ടും ആരെയോ പേടിച്ച് ഇവരൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇവരൊക്കെ പുറത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ് ജിസ്മോയുടെ ഈ ആക്ഷൻ കൗൺസിലിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം, ഇനി ഉമ്മൻചാണ്ടിയെ ഞാനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയെ പോലെയാണ് നമ്മൾ ചാണ്ടി ഉമ്മൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല എന്ന് ഇന്നത്തെ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്കും ശ്രദ്ധിക്കാവുന്നതാണ് ഈ വീഡിയോ നിരംഗങ്ങൾ. ഓക്കെ, അത് ഞങ്ങളിപ്പോൾ അടുത്ത ജിസ്മോളുടെ ഇന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അതുമായിട്ട് അതിൻ്റെ കിടക്കുകയാണ്. ആ മീറ്റിങ്ങിൻ്റെ വിശദവിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.